ഇന്ന് നമുക്ക് ഉച്ചക്കത്തേക്ക് എല്ലും കപ്പയും കൂടെ പുഴുങ്ങിയതായിരുന്നു കേട്ടോ, കഞ്ഞിയും. അപ്പോൾ എല്ല് വേവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായി കഴുകി വാരിയ എല്ലിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും കൂടെ ചേർത്തൊന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ തന്നെ പറമ്പിലുണ്ടായ കപ്പയായിരുന്നു. അത് കുറച്ച് നന്നായി കഴുകി തൊലിയൊക്കെ പൊളിച്ച് ഉപ്പിട്ട് വേവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് എല്ല് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കതിലേക്ക് പുഴുക്കിനുള്ള അരപ്പ് ചേർക്കണം. അപ്പോൾ അത് വെളുത്തുള്ളിയും വലിയ ജീരകവും കൂടെ നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കപ്പ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഉപ്പ് മാത്രം ഇട്ട് വേവിച്ച കപ്പയാണ്. അപ്പോൾ നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ആവശ്യത്തിന് വേണമെങ്കിൽ ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് എല്ലൊക്കെ ചൂടാക്കി അരപ്പൊക്കെ ഒഴിച്ച് എല്ല് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതും കപ്പയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ ഇവിടെ എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്. സ്കൂളില്ലാതെ വീട്ടിലിരിക്കുമ്പോഴൊക്കെ ഉച്ചയ്ക്ക് ചൂടുമല്ലേ, അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് ഒരു ഉച്ചഭക്ഷണം. അപ്പോൾ കപ്പയും ഇതും കൂട്ടി കഞ്ഞി കുടിക്കുകയാണ്. എല്ലാവരും കപ്പയും കഞ്ഞിയായിരുന്നു കേട്ടോ ഉച്ചഭക്ഷണമായിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ